ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് എക്സലിൻ്റെ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ആയിരുന്നു. അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് MS ആക്സസ് എങ്ങനെയാണ് ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സൽ യൂസർ ഇൻ്റർഫേസുകൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം പേജ് നമ്പർ 111 തൊട്ടുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പുതിയ ബ്ലാങ്ക് വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫയല് ന്യൂവ് ക്ലിക്ക് ചെയ്യണം. ഇതിനകത്ത് ബ്ലാങ്ക് സ്ക്രീൻ ഷെയറിംഗ് അല്ലല്ലേ, ഒന്നുകൂടെ കാണിക്കാം. ഇപ്പം നമ്മൾ ഒരു പുതിയ ബ്ലാങ്ക് വർക്ക് ബുക്ക് എടുക്കണമെങ്കിൽ ഫയല് ന്യൂവ് ബ്ലാങ്ക് വർക്ക് ബുക്ക് എടുക്കുക കേട്ടോ. പേജ് നമ്പർ 110 ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ന്യൂ വർക്ക് ബുക്ക് ഫ്രം ടെംപ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. അത് ഫയല് ന്യൂവ്, ഇതിനകത്തുള്ള ഏതെങ്കിലും ടെംപ്ലേറ്റിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് എക്സൽ യൂസർ ഇൻ്റർഫേസ് അത് നമുക്ക് കാണാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേഡ് യൂസർ ഇൻ്റർഫേസ് കണ്ടായിരുന്നു. അപ്പം ഇതിനും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല, ചെറിയ ഡിഫറൻസേ ഉള്ളൂ ഈ രണ്ടും തമ്മിൽ. അപ്പോൾ ഫസ്റ്റ് കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ടാബ്സ് ആണ്. അപ്പോൾ ടാബ്സ് എന്ന് പറയുമ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് പവർഫുൾ പ്രോഗ്രാം വിച്ച് ഈസ് യൂസ്ഡ് ടു അനലൈസ് ആൻഡ് പ്രസൻറ്റ് ഡാറ്റ, പെർഫോം കാൽക്കുലേഷൻ ആൻഡ് മച്ച് മോർ. Microsoft Excel has hundreds of commands for working with different scenarios. To make it easier for users to find a specific commands they are looking for, commands are organized into 8 main tabs. അപ്പം നമ്മുടെ എക്സലിനകത്ത് ഹൺഡ്രഡ്സ് ഓഫ് കമാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് 8 മെയിൻ ടാബ്സിനകത്താണ്. ഫസ്റ്റ് ടാബ് എന്ന് പറയുന്നത് ഹോം ടാബ്. ഇവിടെ നോക്കിക്കേ, ഇതാണ് ഹോം ടാബ്. നെക്സ്റ്റ് ഹോം ടാബ് എന്ന് പറയുമ്പോൾ ഫോർമാറ്റിംഗ് വർക്ക്ഷീറ്റ്സ്, നമ്മൾ ഡേറ്റ അല്ല വർക്ക്ഷീറ്റ് ഫോർമാറ്റ് ചെയ്യാനുള്ള കമാൻഡ്സ്, അതുപോലെ തന്നെ സെൽസ് ആൻഡ് ഡേറ്റ, കമാൻഡ്സ് ഫോർ ഇൻസേർട്ടിങ് ആൻഡ് ഡിലീറ്റിംഗ് കോളംസ് ആൻഡ് റോസ്, ഇതൊക്കെയാണ് ഏതാ ഫസ്റ്റ് ഹോം ടാബിനകത്ത് പറയുന്നത്. ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെന്റ്, നമ്പർ, സ്റ്റൈൽസ്, സെൽസ്, എഡിറ്റിങ്. അപ്പം നമ്മൾ കമാൻഡ്സ് വർക്ക്ഷീറ്റ് ഫോർമാറ്റ് ചെയ്യാനുള്ള കമാൻഡ്സിനെയൊക്കെ നമ്മൾ ഹോം ടാബിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ടാബ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ചാർട്ട് ഉണ്ട്, ലിങ്ക്സ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, സിമ്പിൾസ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇൻസേർട്ട് ടാബ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പേജ് ലേഔട്ട് ടാബാണ്. പേജ് ലേഔട്ട് ടാബിനകത്ത് നമ്മുടെ മാർജിൻസിനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതായത് പേജ് സെറ്റപ്പിനകത്തുണ്ട്. അതുപോലെ തന്നെ പേജ് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്, ചേഞ്ച് ദ പേജ് ഓറിയന്റേഷൻ സെറ്റ് ചെയ്യാനുള്ള കാര്യമൊക്കെ ഇതിനകത്തുണ്ട്. ഓറിയന്റേഷൻ അല്ലേ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് പേജ് ലേഔട്ട് ടാബ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർമുലാസ് ആണ്. ഫോർമുലാസ് ടാബിനകത്ത് നമുക്ക് ഫോർമുലാസെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്, ഫങ്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഫോർമുലാസ് ഓഡിറ്റ് ചെയ്യാനുള്ള, ഫോർമുല ഓഡിറ്റിങ്ങിനൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് ഈ ഫോർമുലാസ് ടാബ്സിനകത്തുള്ളത്. ഇനി നെക്സ്റ്റ് ടാബ് എന്ന് പറയുന്നത് ഡേറ്റ ആണ്. എക്സ്റ്റേണൽ ഡേറ്റ, സോർട്ട് ആൻഡ് ഫിൽട്ടർ അല്ലേ, സോർട്ട് ആൻഡ് ഫിൽട്ടർ, ടു ഗ്രൂപ്പ് സെൽസ്, സെൽസിനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, സബ് ടോട്ടൽസ് കാണുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷൻസ്, ഇതാണ് സബ് ടോട്ടൽസ് കാണുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷൻസ്, ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇനി നെക്സ്റ്റ് ടാബ് എന്ന് പറയുന്നത് റിവ്യൂ ടാബാണ്. അപ്പോൾ റിവ്യൂ ടാബിനകത്ത് സ്പെല്ലിങ്, അതുപോലെ തന്നെ കമൻസ് ചെക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷീറ്റിനെ, വർക്ക് ബുക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ഇനി നെക്സ്റ്റ് വ്യൂ ടാബ് ഉണ്ട്. വ്യൂ ടാബ്സിനകത്ത് ഉള്ളതാണ്
നമ്മുടെ വർക്ക് ബുക്ക് വ്യൂവിനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഷോ ഓർ ഹൈഡ് ഗ്രിഡ് ലൈൻസ്. ഇത് ഷോ ഓർ ഹൈഡ് ഗ്രിഡ് ലൈൻസ് ഷോ ചെയ്യാം, ഹൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഹെഡിങ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷന്, അതുപോലെ തന്നെ ഫോർമുല ബാർ, റൂളർ, വിൻഡോസ്, ഫ്രീ പെയിൻസ്, സൂം ഇൻ ഔട്ട്, ഇതൊക്കെ വ്യൂ ടാബിനകത്ത് ഉള്ളതാണ്. ഇനി ആഡിൻസ് ഉണ്ടല്ലേ. അപ്പൊ ഈ ആഡിൻസ് എന്ന് പറയുന്നത് you may or may not see the add-in tab. This tab shows after you install activate first add-in. Add-ins are beyond this scope of this course. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ആഡിൻസ് ടാബ് കാണാം അല്ലെങ്കിൽ കാണത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. Note that file menu is not same as tab. File menu takes the backstage view where you manage rather than you make changes to your workbook. The backstage view is covered in the next lesson. അപ്പം ബാക്ക്സ്റ്റേജ് ഫയൽ മെനു എന്ന് പറയുന്ന ഒരു ബാക്ക്സ്റ്റേജ് വ്യൂ ആണ്. അപ്പം ബാക്ക്സ്റ്റേജ് വ്യൂ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് പുറകോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ആണ് ഈ ബാക്ക്സ്റ്റേജ് വ്യൂവിനകത്ത് കാണുന്നത്. ഇനി നെക്സ്റ്റ് 113 പേജിനകത്ത് ടൂൾ ടാബ്സ് പറഞ്ഞിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു മെയിൻ ടാബ്സ് there are numerous tool tabs which includes less commonly used commands. Individual tool tabs are covered in detail in our immediate and advanced Microsoft Excel classes. For now you should know they are exist. Some of the most commonly used tool tabs are Smart Art, Chart, Drawing, Picture, Pivot Table, Pivot Chart, Header and Footer. അപ്പം കുറേ ടൂൾ ടാബ്സ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനുണ്ട്. അപ്പം കോമൺലി ഉള്ള ടൂൾ ടാബ്സ് ആണ് സ്മാർട്ട് ആർട്ടും, ചാർട്ടും, ഡ്രോയിങ്ങും, പിക്ചറും, പിവറ്റ് ടേബിളും, പിവറ്റ് ചാർട്ടും, ഹെഡർ ആൻഡ് ഫൂട്ടറൊക്കെ. They will appear when you select commands which are related tool tabs. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കമാൻഡ് സെലക്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾ ടാബ്സ് വിസിബിൾ ആവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, when you insert a pivot table to pivot table specified tool tabs will appear. അപ്പം നമ്മൾ പിവറ്റ് ടേബിൾ ആഡ് ചെയ്താൽ മാത്രമേ പിവറ്റ് ടേബിളിനോടുള്ള ടൂൾ ടാബ്സ് വരത്തുള്ളൂ. ഇതിനകത്ത് നമ്മൾ ഇൻസേർട്ട് ടേബിള് ഇൻസേർട്ട് ചെയ്താൽ ടേബിൾ ടൂൾസ് എന്ന് പറയുന്ന ടൂൾ ടാബ്സ് ഇതല്ലേ. ടേബിൾ ടൂൾസിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ടൂൾ ടാബ്സ് എന്ന് പറയുന്നത് ഇതല്ലേ, ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിന്റെ നമ്മൾ കമാൻഡ് ആഡ് ചെയ്താൽ മാത്രമേ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂൾ ടാബ്സ് നമുക്ക് വിസിബിൾ ആവത്തുള്ളൂ. ഇനി ഗ്രൂപ്പ്സ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. To further organize many commands available in Microsoft Excel, commands are organized in groups on each tab. Each group containing 3 or more related commands. The following table list groups found in each tab. അപ്പോൾ നമ്മൾ ഓരോ ഒത്തിരി കമാൻഡുകളെ എല്ലാം കൂടെ ഓർഗനൈസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്തേക്കുന്നതാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പിനകത്തും ഓരോന്നിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഹോം എന്ന് പറയുന്ന ഈ ടാബിനകത്ത് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പൊ ക്ലിപ്പ് ബോർഡിനകത്ത് വരുന്നത് ക്ലിപ്പ് ബോർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോണ്ട് ആണ്. ഫോണ്ട് എന്ന് പറയുമ്പോൾ ഫോണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡ്സിനെ എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തേക്കുന്നതാണ് ഈ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ്. നെക്സ്റ്റ് അലൈൻമെന്റും ഇതുപോലെ. അപ്പോൾ ഹോമിനകത്ത് ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെന്റ്, നമ്പർ, സ്റ്റൈൽസ്, സെൽസ്, എഡിറ്റിംഗ്, ഇതൊക്കെ ഓരോ ഗ്രൂപ്പ്സ് ആണ്. അതേപോലെ തന്നെ ഇൻസേർട്ട് ടാബിനകത്ത് ടേബിൾസ്, ഇല്ലസ്ട്രേഷൻസ്, ആപ്സ്, ചാർട്ട്സ്, റിപ്പോർട്ട്സ്, സ്പാർക്കിൻസ്, ഫിൽറ്റേഴ്സ്, ലിങ്ക്സ്, ടെക്സ്റ്റ്, സിമ്പിൾസ്, ഇതൊക്കെ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിനകത്തെ ഓരോ ഗ്രൂപ്പാണ്. ഇപ്പോൾ ഈ ഓരോ ഗ്രൂപ്പിനകത്തും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കമാൻഡുകളും കാണും. ഇനി നെക്സ്റ്റ് പേജ് ലേഔട്ട് ടാബാണ്. അപ്പൊ പേജ് ലേഔട്ട് ടാബിനകത്ത് കുറെ ഗ്രൂപ്പ് ഉണ്ട്. തീംസ്, പേജ് സെറ്റപ്പ്, സ്കെയിൽ ടു ഫിറ്റ്, ഷീറ്റ് ഓപ്ഷൻസ്, അറേഞ്ച്. ഇനി ഫോർമുലയ്ക്കകത്ത് അതുപോലെ തന്നെ ഫംഗ്ഷൻ ടു ലൈബ്രറി, ഡിഫൈൻഡ് നെയിംസ്, ഫോർമുല ഓഡിറ്റിംഗ്, കാൽക്കുലേഷൻ, ഡേറ്റയ്ക്കകത്ത് ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ, കണക്ഷൻസ്, സോർട്ട് ആൻഡ് ഫിൽട്ടർ, ഡാറ്റ ടൂൾസ്, ഔട്ട്ലൈന്. റിവ്യൂ ടാബിനകത്ത് പ്രൂഫ് ഇൻ ലാംഗ്വേജ്, കമന്റ്സ്. വ്യൂ ടാബിനകത്ത് വർക്ക് ബുക്ക് വ്യൂസ്, ഷോയ്, സൂം, വിൻഡോ. ഇങ്ങനെ ഇത്രയും ടാബ്സും ഗ്രൂപ്പ്സും ആണ് ഉള്ളത്.
അപ്പോൾ പേജ് നമ്പർ 115 വരെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. In some groups, you will see a button in the lower right corner next to the group name. This is dialog box launcher. Opening the group dialog box will access to additional commands associated with that group. അപ്പോൾ ചില ഗ്രൂപ്പുകൾ നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡിൽ അല്ലേ ഒരു ചെറിയൊരു ബട്ടൺ കാണും. അപ്പോൾ അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുക കേട്ടോ. ഫോണ്ട് ആണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ആരോ മാർക്ക് യൂസ് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. Commands are controls that enables you to accomplish specific tasks as bolding a word, wrapping text, changing format of a number to percentage, adding a കോളം. അപ്പോൾ കമാൻഡ്സ് എന്ന് പറയുമ്പം നമ്മളൊരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാനുള്ള കൺട്രോൾസിനെയാണ് നമ്മൾ കമാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ബാക്ക് സ്റ്റേജ് വ്യൂ ഉണ്ടല്ലേ. ദ റിബൺ കവേർഡ് ദ പ്രയോർ സെക്ഷൻ is where you find all the commands necessary to make changes to your worksheet. Clicking on the tabs ribbon changes set commands available in you while you work with the worksheet. After clicking the file menu, you can no longer see your worksheet on the ribbon. Instead, you can see a Microsoft calls backstage view. This is where you manage your current workbook and other workbooks, see information about current workbook, manage your Excel setting options. അപ്പോൾ ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പുറകിലോട്ടല്ലേ നമ്മുടെ എക്സൽ ഷീറ്റ് അല്ല കാണുന്നത്, കുറെ ബാക്ക് സ്റ്റേജ് വ്യൂസ് ആണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ വർക്ക് ബുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മാനേജ് ചെയ്യാനും ബ്രൗസ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനുകളാണ് ഇതിനകത്ത് കാണുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നതെന്നാണ് ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. There are two ways to open a Microsoft Excel workbook from the backstage view. Select open from file menu, select location to which open the document in open section. In the dialog box that opens up, navigate to the file you want to open and double click it or select it and click open. For files you have recently used, resend from the file menu, then select the file. ഒന്നെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോൾഡർ ഒക്കെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ റീസെന്റ് വർക്ക് ബുക്കിൽ നിന്ന് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ റീസെന്റ് വർക്ക് ബുക്കിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അതായത് ദ എക്സൽ യൂസർ ഇന്റർഫേസ് റിബണിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ റിബണ് ടാബ്സ് പഠിച്ചു, അതുപോലെ തന്നെ ഗ്രൂപ്പ്സ് എന്താണെന്ന് പഠിച്ചു, കമാൻഡ്സ് എന്താണെന്ന് പഠിച്ചു, പിന്നെ ബാക്ക് സ്റ്റേജ് വ്യൂ പഠിച്ചു, ഒരു വർക്ക് ബുക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത്രയും കാര്യമാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വർക്കിംഗ് വിത്ത് സെൽ ആൻഡ് സെൽ അഡ്രസ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അല്ലേ. താങ്ക് യു.